കെ പ്രശാന്ത് MLA തന്നെ ചേരുന്നുണ്ട്. പ്രശാന്ത്, താങ്കളുടെ ഓഫീസിലെ ഇന്നലത്തെ സീൻ എല്ലാവരും കണ്ടതാണ്. ശ്രീലേഖ താങ്കളുടെ ഓഫീസിലേക്ക് കയറി വരുന്നു. ഇവിടെ എനിക്ക് സൗകര്യമില്ല എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നു. പിന്നീട് താങ്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നു. അതിനുശേഷം താങ്കൾ വിശദീകരിക്കുന്നു എന്താണ് വിഷയമെന്നൊക്കെ. ഇപ്പോഴും ആ വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കൗൺസിലറായ ശബരിനാഥൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് MLA ഹോസ്റ്റലിൽ മുറിയുണ്ടായിട്ടും, താങ്കളുടെ മണ്ഡലത്തിൽ തന്നെ MLA ഹോസ്റ്റലിൽ മുറിയുണ്ടായിട്ടും എന്തിനാണ് പുറത്തൊരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് എന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഞാൻ മണ്ഡലത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന നിലയ്ക്ക് ശാസ്താമംഗലത്തിൽ ഒരു ഓഫീസ് കണ്ടെത്തി അവിടേക്ക് മാറിയത്. കേരളത്തിലെ 140 MLA മാർക്കും MLA ഹോസ്റ്റലിൽ മുറിയുണ്ട്. അതുകൊണ്ട് അവരുടെ ഓഫീസുകളെല്ലാം അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരിക്കും ഓഫീസ് പ്രവർത്തിക്കുക. ആ നിലയിലാണ് ഞാനും അത് ഇടപെട്ടത്. MLA ഹോസ്റ്റലിൽ ജനങ്ങൾക്ക് വരാൻ പ്രയാസം ഉണ്ടാവും. കാരണം അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റു പല കാര്യങ്ങളും, സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറണം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കടക്കം, വയസ്സായവർക്കടക്കം വന്നു ചേരാൻ കഴിയുന്ന മണ്ഡലത്തിലെ ഏറ്റവും സെന്ററായ ഒരു പോയിന്റ് എന്ന നിലയ്ക്കാണ് ശാസ്താമംഗലത്തെ സ്ഥലം നമ്മൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 7 വർഷവും ആർക്കും പരാതിയില്ലല്ലോ. ഇപ്പൊ BJP കോർപ്പറേഷൻ ഭരണത്തിൽ വന്നതിന്റെ ഭാഗമായിട്ട് അവർ നടപ്പാക്കുന്ന ഒരു അജണ്ട ഏറ്റുപിടിച്ചുകൊണ്ട് ശബരിനാഥനെ പോലുള്ള ആളുകൾ വരുന്നത് അങ്ങേറ്റം ഖേദകരമായ കാര്യമാണ്. കാരണം അവിടെ ബുൾഡോസർ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന ബുൾഡോസർ ഭരണം പോലെ, അല്ലെങ്കിൽ കർണാടകത്തിൽ ഇപ്പോൾ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പോലെ ഇത്തരം കാര്യങ്ങൾക്ക് കുടപിടിക്കുന്നവരായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുന്നു എന്നുള്ളത് അങ്ങേറ്റം സങ്കടകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗകര്യത്തിനാണ് ഞാൻ ഇവിടെ ഓഫീസ് വാടകയ്ക്കെടുത്തത്. അത് അവിടെ അനധികൃതമായി കടന്നിരുന്നതല്ല. കോർപ്പറേഷനോട് അനുമതി ആവശ്യപ്പെട്ടു, അവരനുവദിച്ചു, അവരൊരു തുക നിശ്ചയിച്ചു. ആ തുക നൽകി ശരിയായ നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചുകൊണ്ടാണ് MLA ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിലാരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് എന്നെ താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. പക്ഷേ ശബരിനാഥൻ പറയുന്ന ഒരു പോയിന്റിലാണ് ഒരു ക്ലാരിറ്റി വേണ്ടത്. അതായത് ഈ മറ്റ് 139 MLA പോലെയല്ല, താങ്കളുടെ മണ്ഡലത്തിൽ തന്നെയാണ് MLA ഹോസ്റ്റൽ. അതുകൊണ്ട് തന്നെ ഒരു സൗകര്യം താങ്കൾക്കില്ലേ, പിന്നെ എന്തിനാണ് പുറത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. അല്ല, അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ, ഞാൻ കൂടുതൽ അങ്ങനെ ഒരു വർഷത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത്. ശരി തന്നെയാണ്. പക്ഷെ അതൊരു മൂലയിലാണ് ഇരിക്കുന്നത്. എന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് മൂലയിലാണ് ആ സ്ഥലം ഇരിക്കുന്നത്. അപ്പൊ അവിടെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പ്രയാസമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന്റെ സെന്റർ പോയിന്റ് എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും എപ്പോഴും വാഹന സൗകര്യമുള്ള, എത്തിച്ചേരാൻ കഴിയുന്ന താഴത്തെ നിലയിലുള്ള ഒരു ഭാഗം നമ്മൾ വാടകയ്ക്കെടുത്തത്. ഇവർക്ക് എന്താ ഇതിൽ എത്ര അസ്വസ്ഥത വരാനുള്ളത്? ഞാൻ വാടക കൊടുത്തിട്ടല്ലേ ഇരിക്കുന്നത്. അവിടെ അനധികൃതമായി മുൻ മേയർ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കടന്നു കയറി ഇരുന്നതല്ലല്ലോ. നഗരസഭ അനുവദിച്ച് അവര് പറഞ്ഞ വാടക കൊടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ ശബരിനാഥനെ പോലുള്ളവർ അസ്വസ്ഥപ്പെടണ്ട. കേരളത്തിലെ എല്ലാ MLA മാർക്കും റൂം അനുവദിച്ചതുപോലെ PK പ്രശാന്ത് MLAക്കും അവിടെ റൂം അനുവദിച്ചു. അത് നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫിന് ഉപയോഗിക്കാനും അത്തരം കാര്യങ്ങൾ നടത്തുന്നതിനുമാണ്. അല്ലെങ്കിൽ MLA മാര് വരുമ്പോൾ താമസിക്കുന്നതിനാണ്. ആ സൗകര്യമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ. യെസ്, ശബരിനാഥന്റെ കാര്യം നമുക്ക് വിടാം. ഈ നേരത്തെ ശ്രീലേഖ ഉന്നയിച്ച വിഷയത്തിൽ ഇപ്പോൾ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്? അവർ പറയുന്നു ഇനി ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് താങ്കളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നീട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഒരു പുതിയ നടപടികളിലേക്ക് നീങ്ങാനാണ് കോർപ്പറേഷൻ ആലോചിക്കുന്നത് എന്നാണ്. അങ്ങനെ നീങ്ങുമ്പോൾ എന്തെങ്കിലും വിഷയം നമ്മൾ നേരിടും? അവരത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോർപ്പറേഷൻ ഇനി ഈ കുറഞ്ഞ വാടകയായിപ്പോയി, കൂടിയ വാടക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും. അതിലെന്താ തടസ്സം? അപ്പോ ഇപ്പോ BJPയുടെ അജണ്ട കോൺഗ്രസ് ഏറ്റെടുക്കുകയല്ലേ. കോൺഗ്രസിന്റെ MLA ആയിരുന്ന ആള്, നിലവിൽ കൗൺസിലർ ആയിരുന്ന ആള് അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ഗതികേടിലേക്ക് കേരളം മാറുകയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ VK പ്രശാന്ത് പ്രതികരിച്ചതിന്. MLA ഹോസ്റ്റലിലേക്ക് മാറുന്നതാണ് VK പ്രശാന്തിന് നല്ലത്, അതായിരുന്നു നല്ലത് എന്നുള്ള ശബരിനാഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ അജണ്ടയ്ക്ക് കോൺഗ്രസ് കൊടിപിടിക്കുന്നു എന്നുള്ളതാണ് VK പ്രശാന്ത് ഈ പോസ്റ്റിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. തിരുവനന്തപുരത്ത് ഓഫീസ് കെട്ടിട വിവാദത്തിൽ VK പ്രശാന്ത് MLAക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. അതാണ് നേരത്തെ ശബരിനാഥ് ഉന്നയിച്ച കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട വിവാദത്തിൽ കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കാൻ
നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷൻ സെക്രട്ടറിയുമായി മേയർ വി വി രാജേഷ് ഇന്ന് ചർച്ച നടത്തും. കോർപ്പറേഷന്റെ വരുമാനം ചോരുന്നതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. സഫ്വാൻ വി പി ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സഫ്വാന്, ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഈ കോർപ്പറേഷന്റെ പരിധിയിലുള്ള വാടകയ്ക്ക് നൽകുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും ഒരു ഓഡിറ്റ് ഇപ്പോൾ എടുക്കാൻ മേയർ ഉദ്ദേശിക്കുന്നത്? നൗഫൽ, അങ്ങനെ തന്നെ വേണം കരുതാൻ. വി കെ പ്രശാന്തിന്റെ ഈ കെട്ടിട വിവാദം രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് BJP. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചന മേയർ വി വി രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ നിസാര തുകക്ക് കോർപ്പറേഷന്റെ പരിധിയിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ MLA ഹോസ്റ്റൽ, ഈ കെട്ടിടത്തിനപ്പുറത്തേക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ വരെ 200-300 രൂപക്ക് വാടകയ്ക്ക് കൊടുത്ത ഒരു സ്ഥിതിയുണ്ട്. ഇത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരുമാനം നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മേയർ വി വി രാജേഷ് ഈ പ്രസ്തുത കെട്ടിടത്തിന്റെ തന്നെ വാടകയുടെ വിവരം പുറത്തുവിട്ടിരുന്നു. 832 രൂപക്കാണ്, നിസാരമായ തുകക്കാണ് ഇത്തരത്തിൽ വാടകയ്ക്ക് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം നിലവിലുണ്ട്. ഇത്തരത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷമായി CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി വി ജോയ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി ജോയ്, ഈ പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോൾ അത് പുതിയൊരു നടപടികളിലേക്ക് കോർപ്പറേഷനെ നയിച്ചിരിക്കുകയാണ്. അതിൽ മേയർ ഇപ്പോൾ പറയുന്നത് കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാ കെട്ടിടങ്ങളും, വാടകയ്ക്ക് നൽകുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും വാടക സംബന്ധിച്ചും മറ്റു വിവരങ്ങളും ആർക്കൊക്കെ നൽകിയെന്നത് സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റ് നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് താങ്കളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ വാടക കുറവാണ്, കോർപ്പറേഷന് ഇത് വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിരുന്നു? അല്ല, അവർക്ക് ഏത് വേണമെങ്കിലും പരിശോധിക്കാം. നിലവില് ഏതെല്ലാം വാടകയ്ക്ക് കൊടുത്തിരുന്നു, എത്ര രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തത്, അതെല്ലാം നിയമപരമായി മേയർക്ക് പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു MLAയുടെ ഓഫീസ് സാധാരണ നിലയിൽ സർക്കാർ ഓഫീസുകളുമായി ചേർന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നോ സൗജന്യമായിട്ടാണ് സാധാരണ പലയിടത്തും കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു ചെറിയ വാടക നിശ്ചയിച്ച് മാർച്ച് 31 വരെ വി കെ പ്രശാന്തിന് നൽകി എന്നുള്ളത് ശരിയാണ്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 31 വരെ വി കെ പ്രശാന്തിന് തുടരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം വെച്ചുകൊണ്ട് എല്ലാം പിടിച്ചടക്കി കളയാമെന്നാണ് വ്യാമോഹിക്കുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല, നടപടി ശരിയല്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ശ്രീ വി ജോയ്, ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. BJP അവർ അധികാരത്തിലെത്തിയ ശേഷമുള്ള അവരുടെ രാഷ്ട്രീയ കളി ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ശാസ്തമംഗലത്തെ കണ്ണായ സ്ഥലത്ത് വെറും 800 രൂപ വാടകയ്ക്ക് കൊടുക്കേണ്ട ഒരു കെട്ടിടമാണോ അത്? ഞാൻ പറഞ്ഞല്ലോ, 800 രൂപയ്ക്ക് അല്ല പ്രശ്നം. അതിനകത്ത് ഒരു MLAയുടെ ഓഫീസ് എന്നുള്ളതാണ്. MLA ഗവൺമെന്റിന്റെ ഭാഗമാണ്, ജനങ്ങളുടെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത്. അതിന്റെ വാടകയല്ല അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. MLAമാരുടെ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങൾ എപ്പോഴും വരികയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് ഓഫീസുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് ഇപ്പോ സ്വാഭാവികമായി കൊമേഴ്സ്യൽ പർപ്പസിന് കൊടുക്കുന്നത് പോലെ ഒരു വാടക MLAയുടെ കയ്യിൽ നിന്ന് ഈടാക്കുക എന്ന് പറയുന്നത്, അല്ല, MLAയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നതിൽ നമുക്ക് ഒരു തടസ്സവുമില്ലല്ലോ. MLAയുടെ ഓഫീസ് അവിടെ തന്നെ പ്രവർത്തിച്ചോട്ടെ, അതിലൊരു കുഴപ്പവുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, MLAക്ക് വാടക ഇനത്തിൽ സർക്കാരിൽ നിന്ന് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കെ കോർപ്പറേഷൻ എന്തിനാണ് അത്രയും വലിയ തുക നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. അല്ല, അത് അവര് പുനർനിശ്ചയിച്ചോട്ടെ. അവർക്ക് പിന്നെ വാടക ഇനത്തിൽ അത് കുറവാണെങ്കിൽ അവർ പുനർനിശ്ചയിച്ചോട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് വലിയ പരാതിയൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായി അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം ഭരണം കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇത്തരം ചില നടപടികളിലേക്ക് അവർ പോവുകയാണ്. അത് ശരിയായ നിലപാടല്ല, നടപടിയല്ല എന്നുള്ളത് പറയുന്നുള്ളൂ അതിനെ സംബന്ധിച്ച്. യെസ്, വളരെ നന്ദി ശ്രീ വി ജോയ് പ്രതികരിച്ചതിന്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട വിവാദത്തിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രതികരിച്ചത്. കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കാനാണ് കോർപ്പറേഷൻ നീക്കം നടത്തുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ഇന്ന് മേയർ വി വി രാജേഷ് ചർച്ച നടത്തുന്നുണ്ട്. വരുമാനം ചോരുന്നതിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മേയർ പറയുന്നത്.